ഇമാമ് ഖുനൂത്ത് ഓതാൻ മറന്നു, മഅ്മൂം എണീറ്റ് ഖുനൂത്ത് ഓതാൻ പറ്റില്ല, ജമാഅത്ത് നഷ്ടപ്പെടും, നിസ്കാരം ബാത്തിലാവും. ഇമാമ് ചെയ്തില്ല, ഇമാമിന്റെ കൂടെ പോവുക തന്നെ. അല്ലെങ്കിൽ ഇമാം വല്ല നിസ്കാരം തെറ്റിക്കുന്ന വല്ലതും ചെയ്തു പോയാൽ മുഫാറക്കത്ത് നീതിച്ച് മാറി നിൽക്കണം. പക്ഷേ ഇമാമിന്റെ കൂടെയാണോ ഫോളോ ചെയ്തേ പറ്റൂ. ഇമാം എന്താ പറയുന്നത് അത് ചെയ്തു. അല്ലാഹുവേ, എന്റെ മക്കളും എന്റെ ഭാര്യയും എന്റെ കുടുംബം മാത്രല്ല ലിൽ മുത്തഖീൻ, നിന്നെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഇമാമാ, അവർക്ക് കണ്ടു പഠിക്കാൻ പറ്റുന്ന ആളായിട്ട് ഞങ്ങളെ മാറ്റിത്തരേണമേ. ഇങ്ങനെ എന്നും ദുആ ചെയ്യുന്നവർ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഇത് രണ്ട് ദുആയും പഠിച്ചു വെക്കുക. ഇനി ഓർമ്മല്ല, സൂറത്തുൽ ഫുർഖാൻ എടുക്കുക, അതിന്റെ അവസാനത്തെ ഭാഗം 65, 74, 75 ആയത്തുകൾ ചെക്ക് ചെയ്താൽ മതി. ഈ രണ്ട് ദുആ നിങ്ങൾക്ക് ഓർമ്മയുള്ള ദുആ ആയിരിക്കും. എന്താണ് ഈ പറയുന്നത്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവ്. എന്താണ് ഈ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ? റബ്ബ് തർബിയത്ത് ചെയ്യുന്നവനാണ്, നമ്മളെ പരിപാലിക്കുന്നവനാണ് അല്ലാഹു. അതൊക്കെ നമുക്കറിയാം. എന്ത് പരിപാലനം എന്ന് പറഞ്ഞാൽ, നമ്മളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ മുഖവ്വിമാത്തുൽ ഹയാ, ജീവിക്കാൻ ആവശ്യമായ സർവ്വതും ഇവിടെ ഒരുക്കി തന്നത് അല്ലാഹു അല്ലയോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ അങ്ങ് ജനിച്ചു വീണതേ ഉള്ളൂ. ഇവിടെ എനിക്ക് ഓക്സിജൻ വേണമെന്ന് അല്ലാഹുവിന് നീ മെമ്മ കൊടുത്തിട്ടല്ല ഈ വരുന്നത്. അതൊക്കെ ഇവിടെ റെഡിയാണ്. കുടിക്കാൻ വെള്ളമുണ്ട്. നിന്റെ ഭക്ഷണം, നിന്റെ വസ്ത്രം. വെയില് കൊള്ളാതിരിക്കാനും ദാഹിക്കാതിരിക്കാനും നാണം മറക്കാനും വിശപ്പടക്കാനും 4 ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതാണ് അല്ലാഹു. കുറച്ചു കാലത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞ് മതിയാക്കി പോവേണ്ടവരാണ്. വിസന്റെ കാലാവധി തീർന്നു എന്ന് പറയില്ലേ? ഇനിയിപ്പോ കഫീർ വിസയൊന്നും അടിച്ചു തരൂല, എന്തേ വയസ്സറുപതായി. അള്ളാഹുവിന്റെ കണക്കിലും ഈ റിന്യൂവൽ ടൈം അള്ളാഹു ക്ലോസ് ചെയ്യുന്ന സമയം. ഇനി പൊയ്ക്കോളി, സമയം കഴിഞ്ഞു, പോവാ, ചലോ പോവാ. അതുവരെ റബ്ബ് നിന്നെ പരിപാലിച്ചതാണ്. ജനിച്ചു വീണ കുഞ്ഞിന്റെ വായയിലേക്ക് ഉമ്മ നൽകുന്ന അമ്മിഞ്ഞ പാല് കുഞ്ഞിന് വായയിലൂടെ എടുക്കാനേ പറ്റൂ. ഈ പാല് ശരീരത്തിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ വരുത്തുന്നത് ആരാണ്? അല്ലാഹു ജല്ല ജലാലു. കുഞ്ഞിന്റെ കാല് വളരണം, കുഞ്ഞിന്റെ മുഖം, കുഞ്ഞിന്റെ തല, കുഞ്ഞിന്റെ ശരീരം, ഹാർട്ട്, ലിവർ, ഇതിനൊക്കെ ഉമ്മയുടെ പാല് ചെല്ലണം. ഈ പാല് വായയിലൂടെ കൊടുക്കാനേ ഉമ്മ നിനക്ക് കഴിയൂ. നിന്റെ കുഞ്ഞിന് വളരണമെങ്കിൽ റബ്ബായ അല്ലാഹു തന്നെ നടത്തി കൊടുക്കണം. ഇതൊക്കെ നമുക്കോ വിശന്നാൽ ഭക്ഷണം കഴിക്കാനേ പറ്റൂ, അല്ലെ? 10 വർഷമൊക്കെ നമുക്ക് കഴിക്കാം. ഇത് എവിടെ ചെല്ലണം? ഈ ചെന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് എവിടെയെല്ലാം എന്തെല്ലാം ആവശ്യമുണ്ടോ അങ്ങോട്ട് വകതിരിച്ചു വിടുന്ന പണി നമ്മളാണോ ചെയ്തത്? അല്ല, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുക, അൽഹംദുലില്ലാഹ്. ബാക്കി മുഴുവനും നിന്നെ പരിപാലിക്കുന്നത്, നിന്റെ ജീവിതത്തിന് ആവശ്യമായ നിലനിൽപ്പിന് ആവശ്യമായത് മുഴുവനും ചെയ്യുന്നത് ആരാ? നിന്റെ റബ്ബാണ്. നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നവൻ അല്ലാഹ് റബ്ബാണെന്ന് പറയുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ ഭാഗം മാത്രം, വേറെ എന്തെല്ലാം. അതുകൊണ്ട് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യയിൽ, അസ്വാജ് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് മാത്രമല്ല അർത്ഥം, ഭർത്താവ് എന്ന് അർത്ഥമുണ്ട്. ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഒരേ സമയം മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ, ഒരേ സമയം സ്ത്രീലിംഗമായിട്ടും പുല്ലിംഗമായിട്ടും ഉപയോഗിക്കുന്ന വാക്കാണ് സൗജ്, ഇണ. അവരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ തരയണമേ. എന്തേ റബ്ബന എന്ന് പറഞ്ഞത്? വാപ്പാക്ക് തോന്നുന്നുണ്ട് എന്റെ കുഞ്ഞിനെ വളർത്തുന്നത് ഞാനാണ്, ഉമ്മാക്ക് തോന്നുന്നുണ്ട് എന്റെ കുഞ്ഞിനെ വളർത്തുന്നത് ഞാനാണ്. അല്ലെ, ഞാൻ ഉറക്കൊഴിച്ചപ്പോഴല്ലേ കുഞ്ഞിന് പാലുകൊടുത്തത്, ഞാൻ ഉറക്കൊഴിഞ്ഞപ്പോഴല്ലേ എന്റെ കുഞ്ഞിന്റെ വിശപ്പ് തീർന്നത്. ഉമ്മാക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുമ്പോൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരാൾക്ക്, നമ്മൾ അറബികളെ പറ്റിയ അർബാബ് അറിയില്ല, കഫീൽ, റബ്ബ് നല്ലാക്കി പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അർബാബ് പ്ലൂറലായിട്ടാ പറയാ. അർബാബ് ഒരാളാണെങ്കിൽ അർബാബ് എന്നാ പറയാം. എന്തേ? നമുക്ക് എന്തോ അയാൾ തരുന്നുണ്ട്. അത് വിസയായിരിക്കാം, വിസക്ക് പൈസ വാങ്ങാനുണ്ടാവും, വേറെ എന്തെങ്കിലും ജോലി ആയിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അർബാബ്.
വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചൊരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ഒരു തർബിയത്ത് വാപ്പയോ ഉമ്മയോ ചെയ്യുന്നുണ്ടെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നു. ഒരവകാശം നമ്മുടെ മക്കളോട് നമുക്ക് തോന്നുന്നു, അല്ലേ? എന്റെ കുഞ്ഞിന് ഞാനാ ഭക്ഷണം കൊടുത്തത്, എന്റെ കുഞ്ഞിന് ആവശ്യമായത് വാങ്ങിക്കൊടുത്തത് ഞാനാണ്, അപ്പൊ ഞാൻ പറഞ്ഞത് കേൾക്കണം. റബ്ബനാ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്? അപ്പൊ അല്ലാഹ് പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ടേ? ആലോചിക്കാം. നിങ്ങളെ മക്കള് നിങ്ങളാണ് വളർത്തുന്നത് എന്നതുകൊണ്ട് എന്റെ മോൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ ഇഷ്ടം പോലെ വളരണമെന്നും അവരെ വളർത്തിക്കൊണ്ടുവരുന്നവൻ ഞാനാണ്. അതുകൊണ്ട് എന്റെ മക്കളോട്, എന്റെ മക്കൾക്ക് ഞങ്ങളോട് പ്രതിബദ്ധതയോ സ്നേഹമോ വേണമെന്ന് ഒരു ബാപ്പയോ ഉമ്മയോ ന്യായമായും കൊതിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? റബ്ബന എന്ന് പറഞ്ഞ പോലെ മക്കളെ ഞാൻ വളർത്തിയിട്ടുണ്ടല്ലോ. ഖുർആൻ പറഞ്ഞു, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. അത്ഭുതമാണ് ഖുർആനിന്റെ പ്രയോഗങ്ങൾ. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, ഒരു മനുഷ്യനോട് അല്ലാഹു കൽപ്പിച്ചു നിന്റെ ഉമ്മയെയും ബാപ്പയെയും ശരിക്ക് നോക്കണേ എന്ന്. മാതാപിതാക്കളുടെ കടമ ബാധ്യത അല്ല നമ്മുടെ വിഷയം. പക്ഷേ ഈ ദുആഇന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലാഹു മക്കളോട് കൽപ്പിച്ചു മാതാപിതാക്കളെ നോക്കണം, നന്മ ചെയ്യണം വാപ്പാക്കുമെന്ന്. എന്താ അടുത്ത അല്ലാഹു പറയണത്? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. ഒരുപാട് ക്ഷീണവും ത്യാഗവും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ ഗർഭം ചുമന്നത്. എന്നിട്ടോ ഹംലുഹു വഫിസാലുഹു, നിന്നെ ഗർഭം ചുമന്നത്, നിനക്ക് മുലയൂട്ടിയത്. ഉമ്മാന്റെ കഥയാ പറയണത്. അള്ളാഹു പറഞ്ഞതോ ഉമ്മയെയും വാപ്പയെയും നോക്കണം, പിന്നെ പറഞ്ഞത് ഉമ്മാന്റെ കഥയാണ്. അപ്പൊ എന്തേ വാപ്പാനെ പറയാഞ്ഞത് അള്ളാഹു ചാല? വാപ്പാനെ പറ്റി പറഞ്ഞിട്ടില്ല. മാതാപിതാക്കളെ നോക്കണമെന്ന് അള്ളാഹു മനുഷ്യനോട് വസിയ്യത്ത് ചെയ്തു. എന്നിട്ട് നിന്റെ ഉമ്മ ഒരുപാട് ക്ഷീണത്തിനു മേൽ ക്ഷീണമായിട്ടാണ് നിന്നെ ചുമന്നുകൊണ്ടുവന്നത്. ഗർഭമുള്ള പെണ്ണുങ്ങൾക്ക് ഛർദിയോട് ഛർദിയാ, തിന്നാൻ വയ്യ, എണീക്കാൻ വയ്യ, മസ്ജിദ് കയറുന്നു, ഉറക്കം വരുന്നില്ല, എന്തെല്ലാം പ്രയാസങ്ങൾ. ഇപ്പൊ വാപ്പാനെ പറ്റി എന്തേ? വാപ്പാനെ നോക്കണം എന്നുള്ള പറഞ്ഞു, പക്ഷെ വാപ്പാന്റെ ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? വാപ്പ നമുക്ക് ചെയ്തിരുന്നത് മക്കൾ കാണുന്നുണ്ട്. വാപ്പയല്ലേ സ്ലേറ്റും പെൻസിലും ഒക്കെ, അതൊന്നും ഇപ്പൊ ഇല്ല, ആയിക്കോട്ടെ, നമ്മുടെ സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നത് വാപ്പയാണല്ലോ. അതൊക്കെ എനിക്ക് മേടിച്ചു തരുന്നത് വാപ്പയാണല്ലോ. സാധനം വാങ്ങിക്കാനുള്ള പൈസ തരുന്നത് വാപ്പയെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. വാപ്പ തർബിയത്ത് ചെയ്യുന്നുണ്ടോ, വാപ്പ നമുക്ക് എന്തോ നൽകുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഉമ്മ ചെയ്യുന്നത് നീ കാണും. നീ വിചാരിക്കും വാപ്പ കൊണ്ടുവരുന്നത് ഉമ്മ കുക്ക് ചെയ്ത് തരുന്നല്ലേ ഉള്ളൂ. ഉമ്മ എന്താ ചെയ്തത്? അത് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു. നിന്റെ ഉമ്മ നിനക്ക് ചെയ്തത് നിനക്ക് ഓർമ്മയില്ലല്ലേ? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് മോനെ നിന്നെ ഗർഭം ചുമന്ന് പ്രസവിച്ചത് നിന്റെ ഉമ്മ. അതിനാ ഉമ്മാന്റെ കഥ പറഞ്ഞത്. വാപ്പാന്റെ നീ കാണുന്നുണ്ടല്ലോ. ഈ രണ്ട് വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇങ്ങനെ ഞങ്ങൾ വളർത്തുന്ന മക്കൾ +2ന്റെ പ്രായമാകുമ്പോ, കോളേജിലേക്ക് പോകുന്ന പ്രായമാകുമ്പോ, ശരീരത്തിൽ ഒരൽപ്പം മസിലുകളും പേശികളൊക്കെ ഒന്ന് ബലിഷ്ഠമാകുന്ന നേരമാകുമ്പോൾ സ്വന്തം വാപ്പയെയോ ഉമ്മയെയോ തള്ളി പറഞ്ഞാൽ അത് സഹിക്കാൻ, ഇവിടെ കൊണ്ടുപോയി വെക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും. എവിടെയാണ് സങ്കടം വെക്കുക? എങ്ങനെയാ നമ്മളെ മക്കളെയൊക്കെ നോക്കുന്നത്? അവർക്ക് ചൂട് കൊടുക്കുന്നുണ്ടോ? അവർക്ക് പറ്റിയ ഡ്രസ്സ്, എന്തെല്ലാം ചുരുക്കുള്ള ഡ്രസ്സുകൾ, എന്തെല്ലാം ആഭരണങ്ങള്, അവരേറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, ഏറ്റവും നല്ല ഫുഡ് തിന്നണം, അവർക്ക് ഒന്നും കുഴപ്പം വരരുത്. യാ അല്ലാഹ്, കുട്ടികളെ ചൊല്ലിയിട്ടായിരിക്കും കുടുംബത്തിൽ കശപിശ വരെ ഉണ്ടാവുക. ജ്യേഷ്ഠനും അഞ്ചനും ഒരുമിച്ച് താമസിച്ചിട്ട് ജ്യേഷ്ഠനും അഞ്ചനും മക്കളുണ്ടായപ്പോഴേക്കും അടിച്ചു പിരിഞ്ഞിട്ടുണ്ടാവുക. കുട്ടികൾ ചൊല്ലിയിട്ട് യാ അല്ലാഹ്. അപ്പൊ വലിയ മനുഷ്യന്മാരായവർ അവിടെ ഉണ്ട്, അവർക്കൊന്നൊരു കുഴപ്പമില്ല. ഈ ജനിച്ചു വളർന്ന 2 കുട്ടികളുടെ കശപിശയെ ചൊല്ലി വലിയൊരു കുടുംബം തകർന്നു. എന്താ ഇതൊക്കെ? നിന്റെ മക്കളെ നീ നോക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ നീ നോക്കിയ മക്കൾ നീ പറഞ്ഞത് കേൾക്കാതെ വരുമ്പോൾ നിനക്ക് വിഷമം തോന്നുന്നുണ്ടല്ലേ? സ്വാഭാവിക.
റബ്ബനാ, തർബിയത്ത് ചെയ്യുന്ന പരിപാലിക്കുന്ന റബ്ബിനെ, ആ റബ്ബ് നിങ്ങളോട് ചോദിക്കുന്നതും ഇതാണ്, ലാ തസ്അൽനി റിസ്ഖ ഗദിൻ ഫഇന്നി ലം അസ്അൽക ഇബാദത ഗദിൻ. നാളത്തെ ഭക്ഷണം അത് ചോദിക്കണ്ട, ഇന്നത്തേത് ഞാൻ നിനക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് മനുഷ്യ. അല്ലാഹു പറയാ, നിന്റെ ഭക്ഷണം ഇന്നത്തേത് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്, നാളത്തേത് നീ ഇന്ന് വേണമെന്ന് ചോദിക്കല്ല. ചിലർക്ക് ഞാനങ്ങ് തന്നേക്കും, കൊല്ലങ്ങളോളം തിന്നാനാണ്, പക്ഷേ എനിക്ക് നാളത്തേത് ഇന്നെ വേണമെന്ന് നീ ചോദിക്കരുത്. എന്തേ? നാളത്തെ ളുഹ്ർ മഗ്രിബ് ഇശാ ഒക്കെ ഇന്ന് നിസ്കരിക്കണം എന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ, അത് നാളെ ആയുസ്സുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി. അപ്പോ നാളത്തെ ഭക്ഷണം നാളെ ആവട്ടെ. നിന്റെ ഇന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് നിന്റെ റബ്ബ്. അപ്പോ അള്ളാഹുവിനോട് നീ എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു? നിന്റെ മക്കൾ നിന്നോട് കടപ്പാട് കാണിച്ചില്ലെങ്കിൽ, മാതാപിതാക്കൾ നമ്മളോട്, നമ്മുടെ മക്കൾ അവരുടെ വിധേയത്വം കാണിച്ചില്ലെങ്കിൽ എന്തൊരു വേദന, എന്തൊരു വിഷമം. ഉമ്മാക്ക് ഉറക്കല്ല, വാപ്പാക്ക് സമാധാനമില്ല. ഗൾഫിലൊക്കെ കഴിയുന്ന വാപ്പന്മാരുടെ അവസ്ഥ എന്താ? തീ തന്നെയാണ്. എന്തൊക്കെ നാട്ടിൽ നടക്കുന്ന കഥകൾ എന്നാണ്. റബ്ബനാ, ചോദിക്കാൻ പറഞ്ഞു അല്ലാഹു, മക്കളെ ഭക്ഷണം കൊടുക്കുന്നതോ വസ്ത്രം കൊടുക്കുന്നതോ അല്ല നിങ്ങൾ ചെയ്യുന്ന തർബിയത്ത്. അതൊരു വേലക്കാരിക്ക് ചെയ്യാൻ പറ്റൂലേ? ഉമ്മയോട് ചോദിക്കുക, നിങ്ങൾ മക്കളെ വളർത്തിയോ? ആ, ഞാൻ വളർത്തി. എന്തേ നീ ചെയ്തത് മക്കളെ വളർത്താൻ? അല്ലാ, ഒരു ദിവസം 5 നേരം കുട്ടിക്ക് വേണമെങ്കിലും വായിലേക്ക് തിരികെ കൊടുത്തിട്ട് തിന്നുമോനെ 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 എന്ന് പറഞ്ഞവനെ തീറ്റിച്ചിട്ടുണ്ട്. ആ, പിന്നെ അവന് വേണ്ട വസ്ത്രം കൊണ്ട് കുളിപ്പിച്ചിട്ടുണ്ട്, അവൻ ഒരുക്കിയിട്ടുണ്ട്, അവൻ ഉറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു നാനിക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയാണ്, ഒരു വേലക്കാരിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ സംഗതിയാണ് ഇതൊക്കെ. ഉമ്മ ചെയ്യേണ്ടത് എന്താണ്? വാപ്പ ചെയ്യേണ്ട തർബിയത്ത് എന്താ? മക്കളൊക്കെ കണ്ട് വളരെയാണ് ഇപ്പൊ. അതാണ് ചെയ്യാ. കുഞ്ഞുണ്ടി മാഷൊക്കെ പറഞ്ഞ എന്താണ്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും എന്ന് പറഞ്ഞ മാതിരി നമ്മളങ്ങോട്ട് വളരെയാണ്. മക്കളങ്ങോട്ട് ഷവർമയും ബ്രോസ്റ്റൊക്കെ തിന്നിട്ടുണ്ട് വളരെയാണ്. നമ്മൾ മക്കളെ വളർത്തുന്നുണ്ടോ? ഇതാ വിഷയം. മക്കളെ വളർത്തിയിട്ടില്ലല്ലോ. 15 വയസ്സുവരെ യൗവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. 15 കൊല്ലം. ആനക്കുട്ടിക്ക് പോലും 15 കൊല്ലം അതിന്റെ ശൈശവമില്ലെന്നാണ്. ആനന്റെ കുട്ടിക്ക് 15 കൊല്ലം ആനക്കുട്ടിയല്ല, വലിയ ആന മനുഷ്യനായിട്ടുണ്ടെന്നാണ് പറയാൻ പറ്റുമെങ്കിൽ. മനുഷ്യനാണ് 15 കൊല്ലം വരെ കുട്ടിയാണെന്നും 15 വയസ്സ് കഴിഞ്ഞാൽ 15 കണക്കില്ല, പ്യൂബർട്ടി. ആൺകുട്ടികൾക്ക് അവരുടെ അഡൽട്ട്ഹുഡ്, തന്നിൽ നിന്നൊരു പ്രൊജിനി ജനിക്കാൻ ഇടമുള്ള തരത്തിലേക്ക് ശരീരം വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ ഉത്തരവാദികളാണ്. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. ഉമ്മയോടും വാപ്പയോടും പറഞ്ഞ് 15 വർഷം വളർത്തണം, പഠിപ്പിക്കണം അവർക്ക്. ലാഇബുഹും സബ്അൻ, 7 വർഷം കുട്ടികളുടെ കൂടെ കളിക്കണം എന്നാണ്. ആദ്യത്തെ 7 വർഷം വാപ്പ വലിയ സീരിയസ് ആയിട്ട് മീശയും ചുരുട്ടി നിൽക്കണ്ട, കുട്ടിയോടൊപ്പം എന്ത് ചെയ്യാ, ഒന്ന് ഫ്രണ്ട്ലി. ലാഇബുഹും സബ്അൻ, ഇമാമുന അലി റളിയല്ലാഹു അൻഹു 7 കൊല്ലം കുട്ടിയുടെ ഒപ്പം കളിക്കണം എന്നാണ്. 7 വയസ്സാവുന്നവരെ അവർക്ക് നുണ എന്ന് പറഞ്ഞ സംഗതി കുട്ടിയൊക്കെ അറിയില്ല എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയാം. അവരങ്ങനെ പറയും, അത് നുണയാന്ന് തെറ്റാണെന്ന് ആലോചിച്ചിട്ടല്ല പറയണത്. അവർക്ക് അങ്ങനെ ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള വഴി ഉണ്ടാവും. ലാഇബുഹും സബ്അൻ വഅദ്ദിബുഹും സബ്അൻ, 7 വയസ്സാകുന്നവരെ കുട്ടിയുടെ കൂടെ കളിച്ചോ. അടുത്ത 7 മുതൽ 14 വയസ്സുവരെ അദബ് പഠിപ്പിക്കേണ്ട സമയമാണ്. എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. മുതിർന്ന ആളുകളോട് വർത്തമാനം പറയുമ്പോ എന്തെങ്കിലും അവർ മിസ്റ്റേക്ക് ചെയ്താൽ അടുത്ത് വിളിച്ചിട്ട് മോനെ അങ്ങനെയല്ല കേട്ടോ പറയേണ്ടത്. കുട്ടികൾ അങ്ങനെയൊക്കെ പറയാം. കുട്ടികൾ ഭയങ്കര രസമല്ലേ, എന്തെല്ലാം കുരുത്തക്കേട് കാണിക്കുന്നു. നമ്മളൊക്കെ അന്തം വിട്ടു. കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ അമ്മ അറിയത് നിങ്ങളെ സ്വഭാവമാണെന്നല്ലേ, വാപ്പ അറിയത് എന്റെ സ്വഭാവമാണ്. സംഗതി രണ്ടാമതുമാണെന്ന് പറയല്ലേ നല്ലത്. അദ്ദിബുഹും സബ്അൻ, ആ രണ്ടാമത്തെ 7 മുതൽ 14 വയസ്സുവരെയുള്ള കാലം അവർക്ക് നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കണം. വസാഹിബുഹും സബ്ആ, 14 മുതൽ 21 വയസ്സുവരെ ആകുന്ന കാലം നിങ്ങളുടെ മക്കളുടെ നല്ല ഒരു കൂട്ടുകാരനായിട്ട് നിങ്ങൾ ജീവിക്കണം. അവരുടെ പ്രയാസങ്ങൾ അവർക്ക് പറയാനുള്ളത് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളായി ഉമ്മയോട്, പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളോ ഉമ്മയോടോ വാപ്പയോടോ അവരുടെ പ്രശ്നങ്ങൾ, കൗമാരത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും, തുറന്നു പറയാൻ പറ്റുന്ന അവസ്ഥയിൽ
നിങ്ങളൊരു നല്ല ഉമ്മയും നല്ല വാപ്പയുമാകുക. പിന്നെ കയർ അവരുടെ തോളിൽ വിട്ടുകൊടുത്താൽ മതി, പിന്നെ നിന്റെ പണി തീർന്നു. ഉലമാ പറയാ 15 വയസ്സ് കഴിഞ്ഞിട്ടും വഴിതെറ്റി പോകുന്ന മക്കളുണ്ട്. നന്നായിട്ട് പഠിപ്പിച്ചതാണ്, മദ്രസയിലൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചതാണ്, അന്നൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയതാ, റബീഉൽ ലെവലിന് കിട്ടിയ ക്ലാസിന്റെയും പ്ലേറ്റിന്റെയും കണക്കില്ല സമ്മാനങ്ങളെ. അങ്ങനെ പറയും, എന്റെ മോൻ എന്തൊരു ഉഷാറിൽ പഠിച്ച മോനാ, മദ്രസയിൽ 10, 15 അവനല്ലേ സർട്ടിഫിക്കറ്റ്, ജില്ലാതലത്തിൽ സ്റ്റേറ്റ് തലത്തിൽ, എനിക്ക് വയ്യ, ഇതൊക്കെ എന്താ ഇപ്പൊ ഈ മോന് പറ്റിയത്, ഇവൻ ഇങ്ങനെ ആയി പോകുന്നു ഞാൻ വിചാരിച്ചില്ലല്ലോ. അങ്ങനെ സംഭവിക്കുന്ന 15 വയസ്സ് വരെ അച്ചടക്കം പഠിപ്പിച്ച ഒരു ഉമ്മക്കും വാപ്പക്കും 15 കഴിഞ്ഞിട്ട് വഴിതെറ്റി പോകുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ചോദ്യമില്ല അള്ളാന്റെ അടുത്ത്. എന്തേ? ഉമ്മാക്കും വാപ്പാക്കും ചെയ്യേണ്ട ബാധ്യത 15 വയസ്സ് വരെ. അത് നിങ്ങൾ ചെയ്തോ? ചെയ്തു. 15 ആയി കഴിഞ്ഞാൽ ഈ കിട്ടിയ തർബിയത്ത് ബോധിക്കുകയും ഇനി ഞാൻ ചെയ്യുന്ന പണിക്ക് ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയേണ്ട കുട്ടിയാണിത്. ഹൈസ്കൂളിൽ എത്തിയിട്ടല്ലേ എന്നല്ല പറയണ്ട, അവർക്കൊക്കെ എന്തെല്ലാം തിരിയുന്ന മനസ്സിലാക്കിയത്. അങ്ങനത്തെ മക്കൾക്ക് ഞാൻ പറയുന്നതോ ചെയ്യുന്നതോ ടെക്സ്റ്റ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ ഇതൊക്കെ ഞാൻ ഉത്തരവാദിയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ മക്കൾക്കായി കഴിഞ്ഞില്ലേ? അവിടുന്ന് അവരായിട്ട് വഴിതെറ്റുകയാണെങ്കിൽ മക്കൾ വഴിപിഴച്ചു പോയതിന്റെ കുറ്റം ഉമ്മാക്കും വാപ്പാക്കും ഇല്ല. എപ്പല്ല? നിങ്ങളെ പണി നിങ്ങൾ ചെയ്തിട്ടുണ്ട്, 15 വയസ്സ് വരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതുവരെ അങ്ങനെ കൊടുത്ത് ഷവർമിൽ നിന്ന് നടന്നതാ കുട്ടികൾ. അങ്ങനെയാ വളർത്തിയത്. അഞ്ഞങ്ങാട്ട് കൂടെ നടക്കുക, നല്ല നല്ല ഫുഡ് എവിടെയുള്ളത് അതൊക്കെ തിന്നുക, അങ്ങനെ വളർന്നു. പിന്നെ വാപ്പ ഗൾഫിലെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ മക്കളൊക്കെ പിടുത്തം വിട്ടു പോയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചോദ്യമുണ്ട്, അവിടെ അള്ളാന്റെ അടുത്ത് ചോദ്യമുണ്ട്, എന്തേ നിങ്ങൾ ചെയ്തില്ല? സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു മകൻ വഴിപിഴച്ചു പോയിട്ടുണ്ട്. കൻആൻ എന്ന പേര്, കൻആൻ വഴിപിഴച്ചു പോയ മകനാണ്. എന്ത് ചെയ്യാൻ പറ്റും? മുസ്ലിമനായിട്ടില്ല. അള്ളാന്റെ നബിയും മുർസലും അവ്വലുർ റസൂൽ എന്ന് പറയുന്ന നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഒരു മകൻ നന്നായിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിന്റെ ചില ഖലാഉകളും ഖദറുകളും ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പലതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോകത്ത്. അതുകൊണ്ട് മുഅ്മിനെ ചോദിച്ചു വാങ്ങിക്കോ, അള്ളാഹിനോട് ദുആ ചെയ്തോ. നീ എത്ര പഠിപ്പിച്ചിട്ടും എന്തെല്ലാം വഅൽ പറഞ്ഞു കൊടുത്തിട്ടും ഒരുപക്ഷേ ഏതെങ്കിലും ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു സീഡിയോ ഒരു ക്ലിപ്പോ ഏതെങ്കിലും ഒരു ലിങ്കോ അയച്ചു കൊടുത്തതിന്റെ പേരിലാകാം 15 വർഷം നീ വളർത്തിക്കൊണ്ടുവന്ന സർവ്വ നന്മകളും തച്ചുടഞ്ഞു പോയിട്ടുള്ളത്. ദ്വാരക്കണം, അല്ലാഹുവേ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളും രക്ഷിതാക്കൾ തന്നെ ഞങ്ങളുടെ മക്കൾക്ക് ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഭാര്യയിലും ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് തരണമേ ഖുർറത അയുനിൻ, കണ്ണിന്റെ കുളിർമ തരണേ അല്ലാഹ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് മുമ്പേ നടക്കാൻ പറ്റുന്ന ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റിത്തരണമേ. എന്തൊരു ദുആയാണ്! ചോദിച്ചു വാങ്ങണം അല്ലാഹുവിനോട്. മക്കള് നന്നാവണ്ടയോ? അവര് നന്മ വേണ്ടയോ? ഇത് മാതാപിതാക്കൾ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ നിങ്ങൾ കുറ്റക്കാരാണ്. ഇതൊക്കെ ചെയ്തിട്ട് പഴക്കുന്നവരെ പറ്റി നമ്മൾ ഈ വഴിതെറ്റുന്ന യുവത എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ വിഷയം. ഇതൊക്കെ പണിയൊക്കെ ചെയ്തിട്ടും വഴിതെറ്റി പോകുന്ന കുട്ടികള് മൊത്തം വഴിതെറ്റാണ്. ലോകം മൊത്തം അങ്ങനെ. എന്ത് ചെയ്യാൻ പറ്റും? എന്നാ നമുക്ക് പലതും ചെയ്യാനുണ്ട്. ഇഖ്ബാലിന്റെ ഒരു കവിത ഞാൻ തുടക്കത്തിൽ ചൊല്ലിക്കേൾപ്പിച്ചത്, इस्लाम की फितरत में कुदरत ने लचक जी है, इस्लाम की फितरत में कुदरत ने लचक जी है, ये उतना ही उभरेगा जितना के दबाओगे. ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു ഒരുതരം ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ടുണ്ട്. ഒരുതരം ഫ്ലെക്സിബിലിറ്റി. എങ്ങനെ? ये इतना ही उभरेगा जितना के दबाओगे, എത്രത്തോളം അടിച്ചമർത്തുന്നുവോ അത്രത്തോളം ഇതങ്ങ് ഉയർന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇസ്ലാം. പിന്നെ മുസ്ലിം എങ്ങനെയാ? ജഹാമേ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർശീദ് ജീത്തെ ഹൈ, ജഹാമേ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർശീദ് ജീത്തെ ഹൈ, ഇധർ ഡൂബേ ഉധർ നിക്കലെ ഉധർ ഡൂബേ ഇധർ നിക്കലെ.
ഗൾഫ് പോയവർക്കൊക്കെ ഇതിന്റെ അർത്ഥം മനസ്സിലായ ഒരു വാക്ക് എന്താ സൂറത്തെ ഖുർഷീദ് അത് മാത്രം തിരിഞ്ഞിട്ടില്ല, ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഉറുദു ഒക്കെ ജഹാമേ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർഷീദ് പറഞ്ഞാൽ സൂരജ് കി തറ, സൂര്യനെ പോലെയാണ് മുഅ്മിനീങ്ങൾ ലോകത്ത് ജീവിക്കുന്നത്. ഇധർ ഡൂബേ ഉധർ നിക്കലേ, ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും, അവിടെ അസ്തമിച്ചാൽ ഇവിടെ ഉദിക്കും. ഇങ്ങനെയാ ഇസ്ലാം. ഇനി ഞാൻ പറയുന്നത് ഇസ്ലാം കിഴക്ക് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ബംഗ്ലാദേശിലും മലേഷ്യയിലും മുസ്ലിമീങ്ങളുടെ പാകിസ്ഥാനിലും അങ്ങ് സൗദി അറേബ്യയിലോ UAE-യിലോ ഖത്തറിലോ ബഹ്റൈനിലോ കുവൈറ്റിലോ ഇറാഖിലോ ഫലസ്തീനിലോ ജോർഡനിലോ ലെബനോനിലോ ഇതൊക്കെ ഇസ്ലാം ഇപ്പോ അസ്തമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അസ്തമിക്കുമ്പോൾ ഉദർനിക്കലേ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു വരികയാണ് ഇസ്ലാം. ഇന്ന് പടിഞ്ഞാറുന്ന് വരെയാണ് ഇസ്ലാം. പണ്ഡിതന്മാരെന്ന് അവിടെ നിന്നാ വരുന്നത്, ഭയങ്കര വലിയ പണ്ഡിതന്മാർ. നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് എന്താണോ കുറെ കാലം കൊണ്ടിടുന്നത് അതിപ്പോ നമ്മൾ അങ്ങോട്ട് ഏറ്റെടുത്ത് ഇങ്ങോട്ട് ചവച്ച് തുപ്പി നമ്മൾ അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പടിഞ്ഞാറിന്ന് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അവർ ഇസ്ലാം ഏറ്റെടുത്തു, നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഇട്ടേച്ചു പോവാ. എനിക്ക് വേണ്ട, നിന്റെ കാമുകന് ഹിന്ദു എന്നാ ഞാൻ അവന്റെ കൂടെ പോവാ. എന്ത് എനിക്ക് ഇസ്ലാം, ഖബറിൽ പോയി കിടന്ന 4 അടി കൊണ്ടാലും കുഴപ്പമില്ല, എനിക്ക് ഇവന്റെ കൂടെ കിടന്നൊരു സുഖം കിട്ടിയാൽ മതി. ഇതാ നമ്മുടെ പെൺകുട്ടി ചിന്തിക്കുന്നത് അല്ലേ? അഷ്റഫുൽ ഖൽഖിന്റെ കൈ കൊണ്ട് പരിശുദ്ധമായ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള മോഹം. ശർബതൻ ലാ നദ്മഉ ബഅദഹാ അബദാ, മഹ്ശറായിലെ തീ തുപ്പുന്ന ചൂടിൽ നിന്ന് രക്ഷ നേടി സത്യവിശ്വാസികൾ ഒരിച്ചു വെള്ളം കിട്ടാൻ കൊതിച്ചു നിൽക്കുന്ന നേരത്ത് ഹൗദുൽ കൗസർ നഹറുൻ അതാനിഹില്ലാഹ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅക്വാബുഹു ബിഅദദി നുജൂമിസ് സമാ, ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ എത്രയോ അത്രക്ക് കോപ്പകൾ. നക്ഷത്രങ്ങളുടെ കണക്ക് ഭൂമിയിൽ എത്ര മണലുണ്ടോ ബീച്ചുകളിലെല്ലാം അത്രയും മണലിന്റെ എണ്ണം ആകാശത്തെ നക്ഷത്രങ്ങളുണ്ടെന്ന്, അത്രക്ക് കോപ്പകൾ. ആ വെള്ളം ഒന്ന് എടുത്തു കുടിച്ചാൽ പിന്നെ ആ മനുഷ്യന് ദാഹിക്കുകയില്ല. അങ്ങനത്തെ ഒരു ഹൗദുൽ കൗസർ അല്ലാഹു എനിക്ക് തന്നു. നഹറുൻ അതാനിഹില്ലാ ഇന്നാ അഅതൈനാകൽ കൗസർ, ഹബീബിന്റെ കൈകൊണ്ട് നാളെ ഏറ്റവും ദാഹമുള്ള നേരത്ത് ആ ഒരു കോപ്പ കോരി കുടിക്കണം എന്ന് കൊതിക്കേണ്ട മുസ്ലിം അല്ലാഹു തആല ഹറാമാണെന്ന് പറയുകയും ചുണ്ടോട് ചേർക്കല്ല, നീ കുടിക്കരുത്, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ മദ്യപാനത്തിന്റെ ലഹരി ഒരൽപ്പം എനിക്ക് ഇവിടെ കിട്ടിയാൽ അത് മതി എനിക്ക് നാളെ പരലോകത്തെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കോപ്പ എനിക്കില്ലെങ്കിലും തരക്കേടില്ലെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ. ഇവിടെ നിന്നാണ് ആലോചിക്കേണ്ടത്. പടിഞ്ഞാറ് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക. മുസ്ലിമീങ്ങൾ എവിടെയാണ്? പണ്ഡിതന്മാരെവിടെയാണ് ഇപ്പൊ കിടക്കുന്നത്? മഹാനായ ഷെയ്ഖ് ഹംസ യൂസുഫിനെ പോലെയുള്ളവർ, ഡോക്ടർ ഹക്കീം മുറാദിനെ പോലെയുള്ളവർ, ഡോക്ടർ അബ്ദുള്ള ഉമറിനെ പോലെയുള്ളവർ, വലിയ വലിയ ഗംഭീര ആലിമീങ്ങൾ, ഭയങ്കര ആലിമീങ്ങൾ പടിഞ്ഞാറെന്നാ വരുന്നത്. ഇവിടെ അസ്തമിച്ചു. ഇവിടെ നമ്മൾ മിണ്ടാൻ പറ്റില്ല. ഗാനമേള നടത്തിയ ഒരു കുഴപ്പമില്ല, യാതൊന്നും പ്രസംഗമൊന്നും വേണ്ട, ഇസ്ലാമിക ലോകത്ത് വേണ്ട, മുസ്ലിമീങ്ങളുടെ നാട്ടിൽ നിന്നും വേണ്ട. പടിഞ്ഞാറ് ഇസ്ലാമിനെ പുലുകിക്കൊണ്ടിരിക്കുകയാണ്. ചെവികളിൽ മ്യൂസിക് വെച്ചിട്ട് റാപ്പ് മ്യൂസിക്കുകൾ, റോക്ക് മ്യൂസിക്കുകൾ അല്ലേ, പല പല ബാൻഡുകൾ. ഇതൊക്കെ കേരളത്തിലെ കാസർഗോഡോ കാഞ്ഞങ്ങാടോ ഉള്ള ചെറുപ്പക്കാരന്റെ ചെവിയിൽ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴും വീട്ടിൽ കിടക്കാൻ ചൊല്ലുമ്പോഴും ഉറങ്ങാൻ ചൊല്ലുമ്പോഴും എല്ലാം പടിഞ്ഞാറുകാരൻ പണ്ടെന്നോ ചെയ്തു വെച്ച മ്ലേച്ഛതയുടെ അങ്ങേയറ്റം മോശമായ ശബ്ദവീചികൾ അല്ലേ, പാടില്ലെന്ന് പറയുകയും മ്യൂസിക് കേൾക്കുന്നത് നിന്നെ വ്യഭിചാരം ചിന്തിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ നമ്മെ പഠിപ്പിച്ചതിന് ശേഷം എനിക്കത് മതി എന്ന് ചിന്തിക്കുന്ന മുസ്ലിം പടിഞ്ഞാറുകാരൻ ഖുർആനിനെ എടുത്തു കഴിഞ്ഞു അല്ലേ. മഹാനായ ഡോക്ടർ അഫാസിയുടെ, മിഷാരി റാഷിദ് അഫാസിയുടെ അല്ലേ, അബ്ദുൽ ബാസിദ് അബ്ദുൽ സമദിന്റെ അല്ലേ, മഹാന്മാരായ ഹറമിലെ ഇമാമുമാർ ശൈഖ് ഹുദൈഫിയുടെ, സുദൈസിയുടെ, മാഹിറുൽ മുഅയ്ഖിരിയുടെ, ഇവരുടെ ഒക്കെ ഖിറാഅത്ത് മതി ഞങ്ങൾക്ക്. പടിഞ്ഞാറ് മുസ്ലിം അങ്ങനെയാ. നമുക്ക് ഈ ചവറ മ്യൂസിക് അല്ലേ, കാഞ്ഞങ്ങാടത്തെ പെൺകുട്ടികളെ കണ്ടുക്കണോ, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് വേണ്ടതല്ലേ. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ കിടക്കുന്ന പാട്ടുകൾ ഇതല്ലേ. ഇവിടുത്തെ ആൺകുട്ടികൾ നീ കണ്ടുക്കണോ? ആർക്കാടോ നീ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? ആർക്കാണ് പെണ്ണെ നിന്നെ കാണിച്ചു കൊടുക്കാൻ നീ പോകുന്നത്? നീ എന്താണ് ഈ പറയുന്നതിന്റെ ലക്ഷ്യമെന്ത്? നിന്നെ കണ്ടുക്കണോ? നീ കാണിച്ചു തരാൻ പോകുന്നത് എന്താ?
തോന്നിവാസം വിളിച്ചു പറയും. പടിഞ്ഞാറുകാരൻ നിർത്തിവെച്ചു, അത് പടിഞ്ഞാറുകാരൻ നിർത്തിവെച്ചു. കിഴക്കുന്ന് വാരിപ്പുണരുക. ഇസ്ലാം കിഴക്കസ്തമിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ മറച്ചു വെക്കില്ല. ഇവിടെ അസ്തമിക്കുകയാണ്, പക്ഷേ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം. ഇതാണ് ഈ പറഞ്ഞ വാക്കിനർത്ഥം. ഇധർ ഡൂബേ ഉധർ നിക്കലേ. അള്ളാന്റെ ദീനിനെ നമ്മളെങ്ങാനും മുഴുവനും അങ്ങ് കൈയെറിഞ്ഞു എന്ന് വിചാരിക്കട്ടെ. അല്ലാഹു തആല ഈ ദീനിനെ നിലനിർത്താൻ, ഈ ദീനിന്റെ ശത്രുക്കളായിരുന്നൊരു സമൂഹത്തെ അള്ളാഹു ഇതിന്റെ മിത്രങ്ങളാക്കുക മാത്രമല്ല, ഈ ഇസ്ലാമിന്റെ പ്രചോദകരും പ്രബോധകരുമാക്കി കൊണ്ടുവരിക. ഇത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. നീ എന്ന് മനസ്സിലാക്കി എന്ത് ഖുർആൻ വേണ്ട എന്നല്ലേ? ഇശാ മഗ്രിബിന്റെ നേരത്ത് പരിശുദ്ധ ഖുർആൻ ഓതി യാസീൻ ഓതി മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഹദിയ ചെയ്യേണ്ട നേരത്ത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഓണാക്കണ എന്ത് സീരിയലുകൾ. എത്ര ചാനലാമല്ല, ആകെ സംസാരിക്കുന്ന 700 കിലോമീറ്ററിന്റെ ഉള്ളിലെ കേരളമാണ്. എത്ര ചാനലായ അള്ളാഹ്, ഇനി എത്ര വരാൻ നിൽക്കുന്നുണ്ട് അല്ലാഹു ആലം. ഇതിലൊക്കെ സീരിയലും, ഇതിലൊക്കെ കഥ ആണ്, ജീവിതമൊന്നും അല്ല എന്നും. ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ വലിയ വലിയ സംഭവങ്ങളാണ്. പടച്ചറബേ, ചവറ്, തോന്നിവാസം. ഒരു പെണ്ണ് എത്ര കണ്ട് മോശപ്പെട്ട് പെരുമാറാൻ പറ്റുന്നുവോ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സംഗതിയാ സീരിയലുകള്. ഒരു പെണ്ണിന് എത്ര മോശമാകാൻ പറ്റും, അവളുടെ സ്വഭാവം, അവളിലെ നന്മ, അവളിലെ വിനയം, അവളിലെ താഴ്മ, അവൾ മറ്റവരോട് കാണിക്കേണ്ട ബഹുമാനം, ഇതൊന്നും വേണ്ട. നീ നിന്റെ കീശ നിറച്ചാൽ മതി. ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ടുക, അമ്മായിയിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ടുക. നീ അങ്ങ് അടിച്ചു പൊളിച്ചോ. ഈ തോന്നിവാസം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമുക്ക് കണ്ടിരിക്കാൻ എമ്പാടും നേരം. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയതിന്റെ ശേഷം ഒരു നേരം ഖുർആൻ നമ്മൾ ഓതിയിട്ടില്ല അല്ലേ? പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് ഖുർആൻ തൊട്ടിട്ടില്ല പെണ്ണുങ്ങള്. സിനിമക്കും സീരിയലിനും ഇഷ്ടം പോലെ. അത് വിഷു ആണെങ്കിലും അതാണെങ്കിലും പല പല ഹിറ്റ് ഗാനങ്ങള്, ഹിറ്റ് പാട്ടുകള്, ഹിറ്റ് സിനിമകള്. യാ അല്ലാഹ്, ഒരൊറ്റ ഹദീസ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അൽബിറു ലാ യുൻസാ വൽ ഇസ്മു ലാ യബ്ലാ വദ്ദയ്യാനു ലാ യനാം യഅമൽ കമാ ശിഅ്ത കമാ തദീനു തുദാൻ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും കാണാതെ പോവില്ല. ഇങ്ങനെയൊക്കെ തോന്നിവാസം നടക്കുന്ന പുരയിലും 5 നേരം അച്ചടക്കത്തിൽ നിസ്കരിച്ച് ഖുർആൻ ഓതി മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരിവിടെയുണ്ട്. അൽബിറു ലാ യബ്ലാ. മക്കളെ കയ്യൂരി വിടാതെ അവർക്ക് ആവശ്യമായത് മാത്രം നൽകി അവരെ നിയന്ത്രിക്കുന്ന വാപ്പമാർ ഈ സദസ്സിലുണ്ട്. അൽബിറു ലാ യബ്ലാ. നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും നഷ്ടപ്പെടൂല, അതവിടെ ബാക്കിയുണ്ട്. വൽ ഇസ്മു ലാ യഫ്നാ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും മാഞ്ഞു പോകില്ല, അതവിടെ കിടക്കാണ്. ഇശാ മഗ്രിബിന്റെ നേരമെന്ന് ദുആഇന് പോലും ഉത്തരം കിട്ടേണ്ട നേരം, തബാറക സൂറത്ത് ഓതേണ്ട നേരം, മക്കൾക്ക് ദീൻ പഠിപ്പിക്കേണ്ട നേരം, ഇതേ നേരത്ത് തന്നെ പിശാച് നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്ന് തോന്നിവാസം മക്കളെ പഠിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന ഉമ്മ. സ്വന്തം മക്കള് നല്ലത് പഠിക്കേണ്ട നേരത്ത്, പഠിപ്പിക്കേണ്ട നേരത്ത് ആ മക്കളുടെ കൂടെ ഇരുന്ന് തോന്നിവാസം കാണുന്ന ഉമ്മ, ഭാര്യയെ, പെണ്ണെ, സഹോദരന്മാർ. ഇങ്ങനെ പെണ്ണുങ്ങളെ പണി ചെയ്യുന്ന ആണുങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. പെണ്ണുങ്ങൾക്കാണ് ഈ അഡിക്ഷൻ. ഇതേപോലെ സീരിയലാണ് ആണുങ്ങളുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന തെറ്റൊരിക്കലും മാഞ്ഞു പോകുന്നില്ല കേട്ടോ. മറ്റൊരു കൂട്ടർ ചെയ്യുന്ന നന്മയും ഒരിക്കലും ഇല്ലാതെയായി പോകുന്നില്ല. എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ഉറങ്ങിയിട്ടില്ല. അള്ളാഹു ഉറങ്ങല്ല, അല്ലാഹു ഉറങ്ങല്ല. യഅമൽ കമാ ശിഅത. നീ വേണ്ടതുപോലെ ജീവിച്ചോ. കമാ തദീനു തുദാൻ. നീ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടാൻ പോകുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. എന്തും ചെയ്തോ, നീ സിനിമ ഉണ്ടോ അല്ല ഖുർആൻ ഓദിക്കോ, മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തോ അല്ല സീരിയലിന്റെ കഥ പറഞ്ഞു കൊടുത്തോ, നല്ലത് വായിച്ചോ മോശപ്പെട്ടത് വായിച്ചോ, നീ എന്തും ചെയ്തോ. കമാ തദീനു തുദാൻ. നീ എന്ത് ചെയ്യുന്നുവോ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെയാണ് നാളെ അല്ലാഹു നിന്നോട് പെരുമാറുക. മനസ്സിലാക്കിയാൽ മതി, അത്രയേ ഉള്ളൂ വിഷയം. ട്രാൻസ്പാരൻസി. ഇസ്ലാം അങ്ങനെയാണ്, വളരെ ക്ലിയർ ആണ്, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ആരെയും നീ സ്നേഹിച്ചോ, ഒരു കുഴപ്പമില്ല, ആരെയും സ്നേഹിച്ചോ. ഒരൊറ്റ ഹദീസ് ഓർക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇസ്ലാമിൽ കടന്നു വന്നതിന്റെ ശേഷം
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഞാൻ ചോദിക്കട്ടെ, എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഭാഗ്യമാണ്? എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഭാഗ്യം? ഈ ഇസ്ലാം, നമ്മൾക്കൊന്നും ഇസ്ലാം അറിയില്ല മുസ്ലിമേ. ന്യൂ മുസ്ലിമീങ്ങളോട് ചോദിക്കുക, ഇസ്ലാം വേണമെന്ന് പറഞ്ഞ് ദാഹിച്ചു വരുന്നൊരു സമൂഹമുണ്ട്, അവരോട് ചോദിക്കുക എന്താണ് ഇസ്ലാമിന്റെ വില. നമുക്കത് പിടിച്ചിട്ടില്ലല്ലേ, നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ ഇസ്ലാം. നമ്മളങ്ങനെ നടക്കുക കുപ്പായിട്ടിട്ട്, നമ്മൾ ആകെ ചെയ്യുന്ന പണി ജുമാക്ക് വരുന്ന നിസ്കരിക്കണ. എന്താണ് ഇസ്ലാം, എന്താണ് ദീൻ, എന്താ എൻ്റെ റബ്ബ്, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ഇടപെടലുകൾ എന്തൊക്കെയാണ്, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ്, മുസ്ലിമാകാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഇത്രമേൽ സന്തോഷമുള്ള ഒരു വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ്. എന്താ? അൻത മഅ മൻ അഹ്ബബ്ത. കഴിഞ്ഞു. വളരെ സിമ്പിൾ ഹദീസാ, നമ്മൾ മനസ്സിലായിക്കോളൂ. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കണ്ട പാട്ട് കാണാതെ പഠിക്കണ നേരം കൊണ്ട് ഇത് ഹദീസ് പഠിച്ചോളൂ. അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്. കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഔലിയാഇനെ സ്നേഹിച്ചാൽ അവർ പോകുന്നിടത്ത്, ഉലമാഇനെയും ദീനിനെയും പള്ളിയെയും അല്ലാഹുവിന്റെ ദീനിനെയും ഖുർആനിനെയും സ്നേഹിച്ചാൽ സ്വർഗ്ഗത്തിലേക്ക്, നല്ല മനുഷ്യന്മാരെ സ്നേഹിച്ചാൽ അവർ പോകുന്ന സ്വർഗ്ഗത്തിലേക്ക്. അതല്ല നിനക്കിഷ്ടമുള്ള ഫിലിം സ്റ്റാറുകളൊക്കെയാണ് അല്ലേ, നടീനടന്മാരൊക്കെയാണ്, കുറെ കളിക്കാരാണ് അല്ലേ, അവരെങ്ങോട്ടാ പോണത്, അവരൊപ്പം നിനക്കും പോകാം. കുഴപ്പമില്ല, നിനക്ക് ആര് സ്നേഹിക്കാം, ഞാരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്. അൻത മഅ മൻ അഹ്ബബ്ത, അൻത മഅ മൻ. ചെറുപ്പക്കാർക്ക് നല്ല സ്റ്റൈല് താടിയും ചില മുടിയും 1-2-3 കെട്ടുകളും 1-2 ഈ കുറച്ച് ബീഡ്സ് ഒക്കെ ഉള്ള ഒരു എന്തൊക്കെയോ മാലകളും കഴുത്തിലും അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ബേജാറാണ്. ഇവരാരെയാണ് തഖ്ലീദ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാവാത്തത്, ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. തിരിയാത്തത് കൊണ്ടല്ല, ബേജാറാണ് വിഷയം. ആരെ സ്നേഹിച്ചോ കുഴപ്പമില്ല. നീ കോലം കിട്ടുന്നത് ആരുടെ കോലമാണെന്ന് നിനക്കറിയാം, പടച്ചോനും അറിയാം അല്ല. ആരുടെ കോല നീ കിട്ടുന്നത്, ആരുടെ ഹെയർ സ്റ്റൈലാണ് നീ എടുത്തത്, ആരുടെ രീതിയാണ്, ആരാണ് നിന്റെ ഫേവറേറ്റ്, നിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്. അവര് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആൾക്കാരാണോ, അവരിപ്പോ സ്വർഗത്തിലേക്ക് പോകാം. അതല്ല ഒരു മോശപ്പെട്ടവരോ, അവരോടൊപ്പം നരകത്തിലേക്ക്. ഇത് കാര്യം ഉറപ്പിച്ചോ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി ലഉഹിബ്ബുല്ലാഹ വറസൂലഹു വഉഹിബ്ബു അബൂബക്കർ വഉമർ വഅർജു, ഞാൻ പ്രതീക്ഷിക്കുകയാണ്, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, റസൂലിനെ ഇഷ്ടമാണ്, സിദ്ദീഖ് എന്നവരെ ഇഷ്ടമാണ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടമാണ്. എന്റെ പ്രതീക്ഷ അവരൊക്കെ പോകുന്ന സ്വർഗ്ഗത്തിലേക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് എത്താൻ കഴിയുമല്ലോ. വഇല്ലം അഅമൽ ബിഅമാലിഹിം, അവർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല, പക്ഷേ അവരോടൊക്കെ ഒരു സ്നേഹം ഉണ്ടല്ലോ, മതി മതി മതി, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് മഹാനായ സുഹാബി 10 കൊല്ലം നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിനെ സ്നേഹിക്കാൻ ഒരു സംഘത്തെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുക, പടിഞ്ഞാറിനെ കൊടുത്തിരിക്കുക. ഇഖ്ബാൽ അന്ന് പറഞ്ഞു, അല്ലാഹു ലോകത്തെ ഭൂമിയെ 2 പകുതിയാക്കിയിട്ട് ഒരു പകുതി ഈസ്റ്റ് ഞാൻ എടുത്തു, വെസ്റ്റ് നീ എടുത്തോ ശൈത്താനെ എന്ന് പറഞ്ഞ് പിശാചിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ നേരെ മറിച്ചായി പോകുന്നുണ്ടോ എന്നാ സംശയം. ഇപ്പൊ ഈസ്റ്റ് തിന്മകളുടെ നാടായിട്ട് മാറാം, പടിഞ്ഞാറ് തിന്മയൊക്കെ ചെയ്തങ്ങോട്ട് ബോറടിച്ചിട്ടേ, തോന്നിവാസം ചെയ്തങ്ങോട്ട് ബോറടിച്ചിട്ട്, അതിനെ അർത്ഥം തോന്നിവാസം കൊണ്ടങ്ങോട്ട് ബോറടിച്ചിട്ട് ഇവര് ആത്മീയത ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി വരിക. അങ്ങനെ നമ്മുടെ നാട്ടിൽ അമ്മേൻ്റെ അടുത്തൊക്കെ ഇവർ വരുന്നത്, എന്തെങ്കിലും ആത്മീയത വല്ലയിടത്ത് കിട്ടാനുണ്ടോ നോക്കിയിട്ട്, അതിന്റെ ഹക്കും ഭാഗത്തും തിരിഞ്ഞിട്ടല്ല, അങ്ങോട്ട് വരികയാണ്. എന്ത് തോന്നിവാസം ചെയ്തങ്ങ് മടുത്തു, ഇനി എന്ത് ചെയ്യും. البر لا ينسى والإثم لا يبلى والديان لا ينام يعمل كما شئت كما تدين تدان. നീ ചെയ്യുന്ന നന്മ മറന്നു പോകുന്നില്ല, നീ ചെയ്യുന്ന തിന്മയും മായ്ക്കപ്പെടുന്നില്ല. അല്ലാഹു ഉറങ്ങുകയല്ല, നീ വേണ്ട പോലെ ജീവിച്ചോ, നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത്. എന്തൊരു ഭയങ്കരമായ ഹദീസ്. അല്ലാഹുവേ, ഈ തിന്മയുടെ കുത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു, റബ്ബനാ, അല്ലാഹുവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ തരണമേ,
ഖുർറത അയുനിൻ കണ്ണിന്റെ കുളിർമ തരണമേ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവരാക്കി ഞങ്ങളെ മാറ്റി തരണമേ. ഇത് ദുആ ചെയ്യുന്നവർ വഇബാദുർ റഹ്മാൻ കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് അല്ലാഹു സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം വിശദീകരിക്കുന്ന അല്ലാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ. ഈ ദുആ പഠിച്ചു വെക്കണം. ഇന്നത്തെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കും, ഈ ദുആ എങ്കിലും പഠിച്ചു വെക്കുക. ഇത് ചോദിച്ചു വാങ്ങ്. എന്തേ? ജീവിക്കുന്ന ലോകം അതാണ്. തിന്മയുടെ അതിപ്രസരത്തിനുള്ളിൽ, തിന്മയുടെ കൂമ്പാരത്തിനുള്ളിലൂടെയാണ് നടക്കുന്നത്. എവിടെയും തിന്മ. വേണ്ടാത്തരം പറയുന്ന മനുഷ്യന്മാരെ കിട്ടുന്നുള്ളൂ. മഹാനായ സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലയഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, തകൂനു ഹമ്മതു അഹദിഹിം ഫീഹി ബത്നു വദീനുഹു ഹവാ. ഒരു കാലഘട്ടം വരും, അന്ന് ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട മെയിൻ ഒബ്ജക്റ്റീവ്, ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ തിന്നാൻ, ഭക്ഷണം കഴിക്കാൻ. ഇതൊരു പണിയാക്കി കൊണ്ടു നടക്കുന്നവർ. പിന്നെ അവരുടെ ദീനെന്താ? എന്താ റിലീജിയൻ they belong to? ഹവാ എന്ന് പറഞ്ഞ ബോഡിലി caprices and passions. നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ അതന്നെ എന്റെ ദീന്. അത് ഉസ്താദ് പറഞ്ഞാലും ഞാൻ കേൾക്കൂല, എന്റെ വാപ്പ പറഞ്ഞാലും കേൾക്കൂല, പണ്ഡിതന്മാര് പറഞ്ഞാലും കേൾക്കൂല, എനിക്ക് തോന്നണത് ഞാൻ ചെയ്യും. ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു തആല. ചുരുക്കി പറഞ്ഞ തിന്നാനുള്ള ഏർപ്പാടിനെന്ന് ഭയങ്കര. എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ആണ് ഇപ്പൊ നടത്തേണ്ടത്. തിന്നോളൂ, നിങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്നാ പിന്നെ അടുത്ത വസിയത്ത്. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ, തീറ്റിപ്പിക്കുക. ഇതിന്റെ പരിപാടി തിന്നാൻ വേണ്ടി ജീവിക്കുക. ആലോചിച്ചു നോക്കി കാലം പോയൊരു പോക്ക്. തിന്നാന്ന് പറഞ്ഞ വലിയ പണിയാണ്. ജീവിക്കാൻ വേണ്ടി തിന്നണം അല്ലെ? പേർഷ്യൻ അർത്ഥവാക്യം അങ്ങനെ. ജീവിക്കാൻ വേണ്ടി തിന്നണം, തിന്നാൻ വേണ്ടി ജീവിക്കുകയാണ്. ജീവിക്കാൻ ആവശ്യമായത് തിന്നു കഴിഞ്ഞ് തടി വണ്ണ പിന്നെയും കുക്കറി ഷോ തന്നെ ഉപരി നടത്തുന്നത്. സുബ്ഹാൻ, എന്തേലും അർത്ഥം? ഞാൻ ജീവിക്കണം ഇതിന് തന്നെയാണ്. തിന്നാൻ വേണ്ടി നടക്കുക, ആകെ പണി അതാ. പിന്നെ ഹദീസല്ലേ, സഫ്വാൻ ഇബ്നു സുലൈം എന്ന മഹാനായ താബിഈ മഹാനപ്പെട്ടവർ പറയാം, അവന്റെ ദീൻ എന്ന് പറയുന്നത് ഹവാ, എന്റെ ശരീരത്തിന് ഇഷ്ടം എന്താണോ അതന്നെ. അത് തെളിച്ചിട്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും. ഇതാണ് ഇപ്പൊ മക്കൾ പറയണ വാക്ക്. പ്ലസ് ടു എത്തിയ കുട്ടികളോട് ഉമ്മാർക്ക് സംസാരിക്കാൻ പേടിയാണ്. മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി, വാപ്പാക്ക് പേടി. പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി. പിന്നെ എന്തിനാ വാപ്പ അമ്മ എന്ന് പറഞ്ഞ് ഉപ്പാട്ടിരിക്കണത്? അവരോട് പറയാൻ പേടി. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോട്. ആരായി കുഞ്ഞിനെ പ്രസവിച്ചത്? ആരായി കുഞ്ഞിനെ വളർത്തിയത്? അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ? പിന്നെ ഇത് മക്കളാണോ? ഇത് മക്കളെ വിരലിമ പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണം എന്നാണ്. വിരല് പിടിക്കാൻ പറ്റുന്ന ഒരു കാലുണ്ട് മക്കൾക്ക്. വിരലിന് പിടിച്ചാൽ കിട്ടുന്ന കാലം ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ, പിന്നെ പോലെ കിട്ടൂല. അന്ന് പറഞ്ഞ വിരയിൽ നിർത്താൻ അവരെ മാതാപിതാക്കളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ, പിന്നെ ഈ മക്കളൊക്കെ കയ്യിൽ നിന്ന് ചടി പോകും. എന്റെ ഇഷ്ടതാണ്, എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാൻ. ഇതല്ലേ യുവതലമുറ എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടം. എന്തിപ്പോ കള്ളുടിക്കാൻ തോന്നുന്നുണ്ട്? എന്നാ കള്ളുടി. ഇപ്പൊ തോന്നണത് വ്യഭിചരിക്കാൻ. എന്നാ പോവാ, നമ്മൾ ബൈക്ക് എടുത്തിട്ട് അത് എവിടെയുള്ളത്? പോവാ. ഇപ്പൊ തോന്നണത് നമ്മൾ ആ പുതിയ ഫിലിം അതും ഒന്ന് കാണാം. ഇപ്പൊ തോന്നണത് നമ്മള് ബേക്കൽ ഫോർട്ട് പോയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് തന്നെ കുപ്പിയൊക്കെ ഒന്ന് പൊട്ടിക്കുക. എന്നാ പിന്നെ അത് ചെയ്യാ. എന്താ തോന്നണത് അത് ചെയ്യാ. അപ്പൊ പിന്നെ വണ്ടി റെഡി, ബൈക്ക് റെഡി, പൈസ റെഡി, എല്ലാവരും. അപ്പൊ എന്താ ഇവന്റെ ദീൻ? ആര് പറഞ്ഞത് അപ്പൊ കേൾക്കണത്? ആര് പറഞ്ഞത് കേട്ടു? ശരീരം പറയുന്നത്. ഇതിനാണ് ഹവാ എന്ന് അറബിയിൽ പറയാം. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. ഇതൊരു മനോഹരം. وَأَمَّا مَنْ ഏതൊരുത്തനാണോ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമോ എന്ന് ഓർത്ത് പേടിക്കുകയും നാളെ അല്ലാഹുവിന്റെ അടുത്ത് എത്തൂലേ. വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ. ശരീരത്തിന് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവർ, അല്ലാഹുവിനെ ഓർത്തവർ.
ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവർക്ക് പോകാനുള്ള സ്ഥലം സ്വർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അങ്ങോട്ട് എത്തിക്കുമാറാകട്ടെ. എന്താണ് ഇഷ്ടം അത് ചെയ്യുക, അതല്ല ചെയ്യേണ്ടത്. ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പുതിയ ജനറേഷൻ, നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാ. ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ്, സ്കൂളിൽ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിങ്, അവരെന്താ പറയാ, ആകെ ചോദിക്കുന്നത്, ഉമ്മി ബാപ്പി ചോദിക്കണത്, ആർ യു ഹാപ്പി? യാ ഐ ആം ഹാപ്പി. ആർ യു സേഫ്? യെസ് ഐ ആം സേഫ്. Is it your decision? Yes, I did it. Yeah, I chose it. All right. Up to. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇത് നിനക്ക് ഇഷ്ടായോ? അല്ലേ? നീ സുരക്ഷിതനാണോ, സുരക്ഷിതയാണോ? ഇത് നിന്റെ ഇഷ്ടമാണോ? എന്റെ ഇഷ്ടം. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇത് വാപ്പാര് പറഞ്ഞു കൊടുക്കുന്നത്. ചെയ്യുന്ന പണി അള്ളാഹുവിന് ഇഷ്ടമായോ, ഇത് ചിന്തിക്കണില്ല. തടിക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ട്. നമുക്കിപ്പോ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള കൈയൊക്കെ ഇങ്ങനെ എന്തൊരു അന്തസ്സിലായിരിക്കണത്. ആർക്കും അവിടെ ആഗ്രഹം, അടുത്തിരിക്കുന്ന ആൾക്ക് 3-2 അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവരാരാ? നമ്മൾ അടിക്കുന്നുണ്ടോ? ഇല്ല. എന്തേ, എന്തുകൊണ്ട് അടിക്കണില്ല? കൈയൊക്കെ ഒന്ന് നീട്ടാൻ, ഊര് വലിയുമ്പോ മറ്റവന്റെ മുഖത്തേക്കൊന്ന് ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ? എന്തിപ്പോ ചെയ്യാത്തത്? നടക്കൂല. അള്ളാന്റെ അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെന്തേ മനസ്സിലാക്കാത്തത്? ഇത്രയുള്ള വിഷയം. തടിനെ നീ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ, അല്ലേ? നല്ലൊരു സഭയിലാവുന്ന നീ എന്തൊരു നല്ല ആളാണ്. പിന്നെ എന്തേ ഒരു പെണ്ണങ്ങ ഒരു മെസ്സേജ് വിട്ടപ്പോഴേക്കും നീ എന്തെങ്ങനെ ഇറങ്ങിപ്പോയത്? എന്ത് നിനക്ക് ബുദ്ധി ഉണ്ടായില്ലേ? എന്തേ ഇപ്പൊ സംഭവിച്ചത്? ആരും കാണില്ല എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് മറന്നല്ലേ? ആളുടെ കൂട്ടത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ. യാ അല്ലാഹ്. മനുഷ്യൻ വളരെ ദുർബലനാണെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം, നല്ല ചെറുപ്പക്കാർ, നല്ല ഈമാനുള്ളവർ, പക്ഷേ ഒരു പെണ്ണ് ഹറാമിലേക്ക് ക്ഷണിച്ച ഒരു കാണാൻ ഭംഗിയിൽ ഒരു പെണ്ണ് നടന്നു പോവുകയോ ചെയ്താൽ ഇവനങ്ങനെ നോക്കി നിൽക്കുക, ആരും കാണില്ല എന്ന് വിചാരിക്കുമ്പോ. എന്നിട്ട് ഇവന് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ഹറാമല്ലേ? അതെ. ഈ കിട്ടുന്ന ഓരോ സെക്കൻഡും ഹറാമായിട്ട് അവനിൽ റെക്കോർഡ് ചെയ്യപ്പെടല്ലേ? എന്നിട്ട് പക്ഷെ ഇവന് നിർത്താൻ പറ്റുന്നില്ല. തനിക്ക് ഉപദ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത്. അസ്മഈ എന്നവർ വലിയ നഹവി പണ്ഡിതനാണ്, നഹവിസ്റ്റ് എന്ന് പറയും. ഗ്രമേറിയൻ, റിട്ടോറിക് സ്കോളർ, വ്യാകരണ ശാസ്ത്രം പഠിച്ച വലിയ പണ്ഡിതനാണ് അസ്മഈ. ഒരുപാട് യാത്ര ചെയ്ത ആളാ. അദ്ദേഹം പറയും, ഞാൻ ഒരു അറാബിയെ കണ്ടു, കണ്ണിങ്ങനെ ചെമന്ന് തുടുത്തിട്ട് കണ്ണിന്ന് വെള്ളം അങ്ങനെ വരുന്നുണ്ട്, ചെങ്കണ്ണ് പിടിച്ചതാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ കണ്ണൊന്ന് തുടച്ചൂടെ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തുടക്കരുത്. തിന്നാൻ എന്തേലും ഞാൻ കൊണ്ടുവരട്ടെ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നരുത്. അറാബി പറഞ്ഞു കൊടുക്കുക, അസ്മഈ ഡോക്ടർ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കുന്ന നമ്മൾ, അല്ലേ? അല്ലാഹു അരുത് എന്ന് പറഞ്ഞത് പലതും നമ്മൾ ചെയ്തു കൂട്ടിയാൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതായിരിക്കും. അന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അന്ന് പരലോകത്ത് അവിശ്വാസികൾ പറയണില്ലേ, അത് നമ്മൾ ദുന്യാവിൽ ഇവിടെ കാണുന്ന സംഗതിയല്ലേ? ഡോക്ടർ പറഞ്ഞു തുടരുത്, തുടർന്നില്ല. ഡോക്ടർ പറഞ്ഞു ബിരിയാണി കഴിക്കരുത്, പിന്നെ തുടർന്നില്ല. ഡോക്ടർ പറഞ്ഞു റെഡ് മീറ്റ്സ്, ഇറച്ചിയും ഇതൊക്കെ ഒഴിവാക്കണം, അപ്പൊ നമ്മൾ ഒഴിവാക്കി. പടച്ച റബ്ബേ. ഡോക്ടർ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ കള്ളുടി നിർത്തും ചെയ്യും ചെറുപ്പക്കാരെ, അല്ലേ? ഡോക്ടർ പറഞ്ഞ് അടിച്ചു പോകട്ടോ, എന്നിട്ട് കാര്യം പറ്റ പോക്കാണ്, ലിവറൊക്കെ പോയിട്ടുണ്ട്, കിഡ്നിയൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും. ഉലമാ പറയാം, തൗബ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. അപ്പൊരാൾ ചോദിച്ചു, അല്ല അള്ളാഹ്ക്കല്ലാത്ത വല്ല തൗബയുണ്ടോ? അള്ളാഹ്ക്കല്ലാത്ത വല്ല തൗബ ഉണ്ടോ? തൗബ അള്ളാഹ്ക്ക് തന്നെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അള്ളാഹ്ക്കല്ലാത്ത തൗബ ഉണ്ടാവും. എങ്ങനെ? ഈ കേസില് സിസർ വലിച്ച് ആകവൻ ചെയിൻ സ്മോക്കറും ചെയിൻ്റെ സ്റ്റെയിനും ഒക്കെ ആയിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞു, ഇതിങ്ങ് നിർത്തിയിട്ടില്ലെങ്കിൽ കാര്യം പോക്കാണ്. അപ്പൊ നിർത്തി. തൗബ ചെയ്തു, ഇനി ഞാൻ തുടരല്ലോ, ഞാനത് ഇന്നലെ രാത്രി എനിക്കൊരു തോന്നിയിട്ടുണ്ടായത്, ഞാൻ നിർത്തിയത് എന്തിനാ? ഈ തൗബ എന്താ? തടി പോകുന്നു പറഞ്ഞപ്പോഴുള്ള തൗബയാണ്, അതല്ല തൗബ. കുടിച്ച് മതിമറന്നു പോയി മരിച്ചു പോണോലെത്ര, അറ്റാക്കാവുന്നവരെത്ര, മൂലൊക്കെ കിടക്കുന്നവരെത്ര. ഡോക്ടർ പറഞ്ഞു, ഇനി കുടിച്ചാൽ ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്യ പോലുമില്ല. അങ്ങനത്തെ നല്ല ഡോക്ടർമാരുണ്ട്, അല്ലേ? അപ്പൊ നിർത്തും. ഇനി ഞാൻ കുടിക്കൂലോട്ടോ, പടച്ചോനെ ഞാൻ നിർത്തി. എന്റെ പേര് നിർത്തിയത്? തൗബയാണോ ഇത്? ഇത് തൗബല്ല, ഇത് നിന്റെ തടിക്ക് വേണ്ടി നീ നിർത്തിയതാ.
വ്യഭിചാരം തോന്നിവാസമൊക്കെ ഇഷ്ടം പോലെ നടക്കുക. ഗൾഫുകാരായ സഹോദരന്മാർ ഒരുപാട് കഷ്ടപ്പെടുന്നവരില്ലാത്തവരുണ്ട്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കൊടുത്തയക്കുന്ന സംഗതികൾ നമ്മുടെ നാട്ടിലെത്തി വിനിമയം ചെയ്യപ്പെടുന്ന രീതികൾ എങ്ങനെയാ? എന്താ അവിടെ നടക്കുന്നത്? കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ്. അല്ലാഹുവിനെ ശുക്ർ ചെയ്യണ്ടേ മുഅ്മിനേ. അല്ലാഹുമ്മ ജഅൽനാ മിനശ് ശാകിരീന ലക വമിനത് തവ്വാബീൻ. അല്ലാഹുവിനെ ഞങ്ങൾ നിനക്ക് ശുക്ർ ചെയ്യുന്നവരാക്കണേ തമ്പുരാനെ. അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം തൗബ, അള്ളാഹ്ക്ക് വേണ്ടിയാ തൗബ. ഗൾഫുകാരൊക്കെ ഭർത്താക്കന്മാര് പുറത്താ. അപ്പൊ ചെറുപ്പക്കാര്, ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ന്യൂ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു പണി അവർക്കില്ല. അപ്പൊ അവര് നമുക്ക് പണി തരും. അതാണ് ഇപ്പൊ നടക്കുന്നത്. അവർക്കൊരു പണിയില്ല, പിന്നെന്ത് ചെയ്യും? അവർക്കൊരു പണിയില്ല. എന്താ ചെയ്യാ? ഒരു പണി പഠിക്കുന്നുണ്ടോ? ഇല്ല. 4ാം ക്ലാസ്സും കുസ്തിയിട്ട് നടക്കുക, അല്ലെ 10ാം ക്ലാസ് കഴിഞ്ഞ് നിർത്തിയതാ. പഠിക്കണില്ല. പഠിക്കണത് കുറച്ച് ബുക്കും വെച്ചിട്ട് പോണേ ഉള്ളൂ. തിരിച്ചു വരുന്നുണ്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്തിക്കണോ ഇല്ലേ അല്ലാഹു അല്ല. ഒരു ഫോളോ അപ്പ് ആരും നടക്കണില്ല. ഇവർക്ക് പിന്നെ പിശാച്ച് വരൂലേ? ഒരു പണി കൂടല്ലെങ്കിൽ അവന്റെ കൂടെ പിശാച്ചാണ്. അപ്പോ വീടുകളിൽ കയറിയിറങ്ങുന്ന അവസ്ഥകൾ വരുന്നു, അല്ലേ? തോന്നിവാസങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് പിടിക്കപ്പെട്ടു, പിടിച്ചു. പിന്നെ തൗബ ചെയ്ത്, പടച്ചോനെ ഇനി ഞാൻ ചെയ്യൂല കേട്ടോ, മാപ്പ് മാപ്പ്, 100,000 മാപ്പ്. ഇതല്ല തൗബ. പിടിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്യുന്നതാ തൗബ. ഇത് അള്ളാഹ്ക്കുള്ള തൗബ, നാട്ടുകാർക്കുള്ള തൗബയാണ്. അതിന് മുമ്പ് ചെയ്യണ്ടേ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൈമുറിക്കപ്പെടേണ്ട ഒരു കേസ് വന്നപ്പോ ആള് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറേ. ഞാൻ പറഞ്ഞൊന്ന് കേൾക്കണം കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത മോഷണ, അതിലങ്ങ് പിടിക്കപ്പെട്ടതാ. അങ്ങനെ ഉണ്ടാവും ചൊല്ലൂല, ആദ്യമായിട്ട് വൃത്തികേട് ചെയ്തപ്പോ പിടിക്കപ്പെട്ടു. അങ്ങനെ സംഭവിക്കണില്ല എന്നാ ഉമർ തങ്ങൾ പറയാൻ പോണത്. ഉമർ തങ്ങൾ പറഞ്ഞു, കദബ്ത യാ അദുവല്ലാഹ്, നോണ പറയണല്ലേ. ഇന്നല്ലാഹ ലാ യഹ്തികു സിത്റ അബ്ദിൻ, ഒരു മനുഷ്യന്റെ സ്വകാര്യത അല്ലാഹു വെളിപ്പെടുത്തൂല. ഇല്ലാ ഇദാ അമിലഹാ മിറാറാ, ഒരുപാട് തവണ തിന്മ ചെയ്യുമ്പോഴാണ് അല്ലാഹു ആ തിന്മയുടെ കവർ അങ്ങോട്ട് തുറന്നിടുന്നത്. അപ്പോഴാ പിടിക്കപ്പെടുന്നത്. ഒരിക്കൽ ചെയ്യുന്നവൻ അല്ലാഹു മറച്ചു വെക്കുന്നുണ്ട്. 2ാമത്തെ തവണയും അല്ലാഹു മറച്ചു വെച്ചു, അല്ലേ? 3ാമത്തെ തവണ നീ പിടിക്കപ്പെട്ടു. എന്തുകൊണ്ട് പിടിക്കപ്പെട്ടു? അല്ലാഹുവിന്റെ പരിശുദ്ധമായ നിയമത്തെ നീ ലംഘിക്കുന്നത് തുടരുകയാണ്. അല്ലാഹു നിന്നെ 1ാമത്തെ തിന്മയിൽ തന്നെ പിടിക്കൂല എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ പിടിക്കപ്പെടുമ്പോൾ തൗബ ഉണ്ട്. ഇതല്ല തൗബ. തൗബ അല്ലാഹുവിന് വേണ്ടിയുള്ള. എന്തായി തൗബ എന്നൊക്കെ പറഞ്ഞ ഖബറിൽ പോയി കിടക്കുമ്പോൾ സുഖം വേണം മുഅ്മിനെ. ഇതൊക്കെ കഴിയും, ഇതൊക്കെ കഴിയും. തടിമക്കൊരു ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ചെറുപ്പക്കാരനും ചിരി കഴിഞ്ഞോ? കാൽമുട്ടിന് വേദന, ഡോക്ടർ പറഞ്ഞു ഒന്ന് പരിശോധിച്ച് നോക്കി, ലെറ്റ്സ് ഡയഗ്നോസ്, നമുക്ക് നോക്കുക എന്താണ് എന്ന്. കുഴപ്പമൊന്നുമില്ല. പടച്ചോനെ, ആ ഡോക്ടറുടെ വർത്താനം കേട്ട് എനിക്ക് തോന്നുന്നത് മറ്റേതാണെന്നാണ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണോ? ഈ ശങ്ക വന്നാ കഴിഞ്ഞില്ലേ? പിന്നെ ആർക്കാ ചിരി? പിന്നെ എന്തിനാ മൊബൈൽ? പിന്നെ എന്ത് വാട്സപ്പ് ഫോണ്? പിന്നെ എന്ത് നെറ്റ്? പിന്നെ എന്ത് ഫോണ്? പിന്നെ എന്ത് ലവർ? പിന്നെ എന്ത് സ്നേഹം? എന്ത് പ്രേമം? പിന്നെ ഒരു മണ്ണാകട്ടിയില്ല. ഇനി ഞാൻ അള്ളാഹിന്റെ അടുത്തേക്ക് പോവാ, എൻ്റെ റബ്ബ് എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ? ഇതാ ചിന്തിക്കുന്നത്. തടി, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര. ഇത് പിടിച്ചു നിർത്തണം. ഇതാണും പെണ്ണും പിടിച്ചു നിർത്തണം. അതിനാ അള്ളാഹു സ്വർഗം തരാൻ പോണത്. അതിനാ സ്വർഗം. ഇവിടെ തോന്നിയ പോലെ നടക്കുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് സ്വർഗവും യാ അല്ലാഹ്